സവാളയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ആണി അടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു തവണയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെ അതിശയിപ്പിച്ച് കളയുന്ന കുറച്ച് അധികം ടിപ്സുകളുമായി വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാമേ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മുഖ സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യം നാം കൊടുക്കാറുണ്ട്. വെറുതെ കെമിക്കലുകളുടെ പുറകെ ഒക്കെ പോയിട്ട് രോഗങ്ങളൊക്കെ വരുത്തി വെക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, മുഖത്തിൻ്റെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ തൈരും വളരെ നല്ലതാണ്. നാച്ചുറലായിട്ട് നമ്മുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഈ തൈരാണെങ്കിലുണ്ടല്ലോ മുഖത്ത് നല്ല ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകും. ഇതിൽ ലാക്റ്റിക് ആസിഡാണ് ആ ഗുണം നൽകുന്നത്. നല്ല നിറം നൽകാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നത്. അതായത് ചർമ്മത്തിൻ്റെ ചുളിവുകളൊക്കെ മാറിയിട്ട് ചർമ്മത്തിലെ സുഷിരങ്ങളൊക്കെ ചെറുതാകാനും മൃതകോശങ്ങൾ കളയാനും ഒക്കെ നല്ലതാണ് ഈ തൈര്. അപ്പോൾ തൈരിൽ ലാക്റ്റിക് ആസിഡാണ് ഈ ചുളിവുകൾ വീഴ്ത്തുന്നൊക്കെയുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നത്. അതായത് ചെറുപ്പം നിലനിർത്തുന്നത്, ചർമ്മം അയഞ്ഞു തൂങ്ങാതിരിക്കുന്നതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ തൈര് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ബ്ലീച്ച് സഹായിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കട്ടെ. നമുക്ക് മുഖത്തോ കയ്യിലോ കാലിലോ ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. അതിനുശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ കാപ്പിപ്പൊടിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷതകൾ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സൂര്യപ്രകാശം, അന്തരീക്ഷ മലിനീകരണം എന്നിവ മൂലം അകാലത്തിൽ പലരുടെയും ചർമ്മമൊക്കെ വേഗം പ്രായമായതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ പായ്ക്കുകളിലൂടെയൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂണോളം കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് എടുക്കാം കേട്ടോ. ഇത് നല്ലൊരു സ്ക്രബ്ബറാണ്. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല നാച്ചുറലായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ മഞ്ഞൾപ്പൊടി, മഞ്ഞൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണെന്നുള്ളത്. നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകും ഇതും. അതുപോലെ തന്നെ മൃതകോശങ്ങളൊക്കെ അകറ്റി നല്ലൊരു തിളക്കമൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ സ്കിന്നിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് നല്ലപോലെ മസാജ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ എന്താ പറയുന്നത്, നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോയി സൗന്ദര്യം വർദ്ധിപ്പിക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ടിട്ട് തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഈ വക ചേരുവകളൊക്കെ വെച്ചിട്ട് നമ്മുടെ മുഖ സൗന്ദര്യം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി അടുത്ത ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ പരന്ന ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് നല്ലപോലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ ഒരു കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ് എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞെരടി ഒന്ന് പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് കാപ്പിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ കർപ്പൂരം ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 ലെയർ ആയിട്ടിട്ട് നമ്മളിപ്പം കാപ്പിപ്പൊടിയും കർപ്പൂരവും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിതൊന്ന് ടൈറ്റായിട്ടൊന്ന് ചുരുട്ടുകയാണ്. ഇതുപോലെ ടൈറ്റായിട്ട് നല്ലപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ലൂസാക്കരുത് ഒത്തിരി കേട്ടോ. ഒരുപാട് ടൈറ്റ് ആക്കുകയും ചെയ്യരുത്. എന്നാലും നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ 2 സൈഡിൽ നിന്നും ഞാനിതുപോലെ ഒന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തീ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് അല്പം കർപ്പൂരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ നമുക്ക് തീ ഒന്ന് പിടിച്ച് കിട്ടും. അതിനുശേഷം നമ്മളൊന്ന് ഊതിക്കെടുത്താൽ അപ്പോൾ ഇതുപോലെ പുകയുന്നുണ്ടാവും.
അപ്പം ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള കൊതുകുകളെ തുരത്താൻ പറ്റും നല്ല കിടിലൻ സൂപ്പർ ഒരു വിദ്യയാണ് കേട്ടോ ഇത്. സന്ധ്യയാകുന്ന സമയത്താണല്ലോ കൊതുകുകൾ ധാരാളമായിട്ട് നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി എല്ലാ മുറികളിൽ കൂടിയൊക്കെ ഇതുപോലൊന്ന് ഇതിൻ്റെ ആ ഒരു പുക ഒന്ന് എത്തിക്കുകയാണെങ്കിൽ എത്ര കൊതുക് ഉണ്ടെങ്കിലും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പുറത്ത് ചാടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകുകളെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെറുതെ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോയിട്ടിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുത്തി വെക്കുന്നതിനേക്കാളും ഭേദമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത് പാർശ്വഫലങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തതാണല്ലോ. അപ്പം നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുക, 1 സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ മഞ്ഞ നിറത്തിലുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ മഞ്ഞ നിറത്തിലുള്ള പേസ്റ്റ് മതി നമ്മുടെ വീട്ടിലെ കറ പിടിച്ച പഴകിയ പാത്രങ്ങളൊക്കെ നല്ല പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, സ്ഥിരമായിട്ട് കട്ടൻ കാപ്പി എടുക്കുന്ന ഒരു കപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആ ഒരു കാപ്പിക്കറയുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ആണെങ്കിലും ഒരുപാട് പഴകിയ ഗ്ലാസ് ആണ്. കാപ്പിയൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കവും നിറമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മഞ്ഞ കളർ പേസ്റ്റ് എടുത്തിട്ട് ഈ ഗ്ലാസ്സിലും കപ്പിലും ഒക്കെ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കൈ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങളിതൊന്ന് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ഇതാണ്ട് ഈ ഒരു കുക്കറിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഒരുപാട് പഴയ കുക്കറാണ്, അതുകൊണ്ട് തന്നെ കളറൊക്കെ അങ്ങ് പോയിട്ട് കുറച്ച് കറയും അതും ഇതൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഞാൻ ഈ കുക്കറിൻ്റെ ഈ അടപ്പിലും ഇതുപോലെ ഞാനിതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയാൽ മതി. ഇനി സ്ക്രബ്ബർ ഉപയോഗിക്കുകയോ ഉരയ്ക്കോ തേക്കോ ഒന്നും ചെയ്യേണ്ട. വെറുതെ ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്താൽ നിങ്ങൾ നോക്കിക്കുക, ഈ കപ്പിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ആ കാപ്പിയുടെ കറയെല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഗ്ലാസും കുക്കറിൻ്റെ അടപ്പും എല്ലാം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഈ ഒരു മഞ്ഞ പേസ്റ്റ് ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാളയും ആണിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയിൽ ഈ ആണി ഇതുപോലൊന്ന് കുത്തി ഇറക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുത്തി ഇറക്കിയതിന് ശേഷം നമ്മൾ ഈ ആണി ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ സവാള ഒന്ന് ക്ലീനാക്കി ഒന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ അല്ലി ഒന്ന് വേർപെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ ഒന്ന് ഒടിഞ്ഞു പോകാതെ പതുക്കെ വേർപെടുത്തി എടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് വേർപെടുത്തി എടുത്തതിന് ശേഷം ഒരു നൂലെടുക്കുക. നൂലെടുത്തിട്ട് നമുക്ക് ഈ ഹോളിൽ കൂടെ നമുക്ക് ഇതൊന്ന് കോർത്തിട്ട് എടുക്കാം. ഇങ്ങനെ നമുക്ക് ഒരു 3-4 ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതെന്തിനാണെന്നറിയാമോ, നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ തുരത്താനുള്ള നല്ല അടിപൊളി ഒരു ഹോം റെമഡിയാണ് ഇത്. സന്ധ്യയാകുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ ഒക്കെ ആയിരിക്കും പല്ലികൾ കൂടുതലായിട്ടും ഈ ലൈറ്റ് ഊട്ടത്തൊക്കെ കാണപ്പെടുന്നത്. അപ്പം കിച്ചണിലായിരിക്കുമല്ലോ പല്ലികളുടെ ശല്യം ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ സവാളയുടെ സ്മെല്ലും സവാളയും ഒന്നും പല്ലികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് തൂക്കിയിടുകയാണ് എങ്കിൽ പല്ലികൾ പിന്നെ ആ പരിസരത്തേക്ക് അടുക്കത്തേ ഇല്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ ഈ ട്യൂബ് ലൈറ്റിൻ്റെയൊക്കെ അടിയിലും ഒക്കെ ആയിട്ട് ഇതുപോലെ പല്ലികൾ വന്നിരിക്കാറുള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തൂക്കിയിടുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് എങ്ങും പല്ലികൾ പിന്നെ അടുക്കത്തേ ഇല്ല. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് അരമുറി സവാള ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടി മുറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം വെള്ളം പുറമേന്ന് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ തലേ ദിവസം കുതിർത്ത ഉലുവ വെള്ളം ഉണ്ടല്ലോ, ഉലുവ കുതിർത്ത് വെച്ച ആ വെള്ളം അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ഒരു നീരാണ് ആവശ്യം. അപ്പോൾ ഇതാ ഞാനതൊന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സവാള, ഇഞ്ചി, ഉലുവ എന്നിവയെല്ലാം മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഒരുപാട് നല്ലതാണ്. സവാളയിലാണെങ്കിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിൽ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. പിന്നെ ഉലുവയിലാണെങ്കിൽ പ്രോട്ടീൻ ഉണ്ട്. അത് താരനകറ്റി മുടി സമൃദ്ധിയായിട്ട് വളരാൻ സഹായിക്കും. അപ്പം ഈ ഒരു പായ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇതിങ്ങനെ നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. ആഴ്ചയിൽ 2 തവണ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി.
അപ്പോൾ ഇനി സവാള കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ മുടി വളരാൻ ഒത്തിരി നല്ലതാണ്. ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെയുണ്ട്. താരനും മുടി കൊഴിച്ചിലും ഒക്കെ നിയന്ത്രിച്ച് മുടി സമൃദ്ധിയായിട്ട് വളരുന്നതിനും നല്ല കട്ട കറുപ്പ് ആകുന്നതിനും മുടിയുടെ പുറം പാളിയായ കെരാറ്റിനിലെ കേടുപാടുകളൊക്കെ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. മുടി കൊഴിച്ചിലും മുടി കട്ടി ഇല്ലാതാക്കാനൊക്കെ തടയാനൊക്കെ ഒത്തിരി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഉലുവയും കൂടി ചേർക്കുമ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു ഹെയർ ടോണിക്കായിട്ട് മാറും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ.